ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ജൂലൈ മാസത്തിലെ ആദ്യ ഭാഗത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. പി എസ് സി ബുള്ളറ്റിലെ ആദ്യ ഭാഗത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. അതായത് ഒരു ടെസ്റ്റ് മത്സരത്തിലെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ആര്? ഋഷഭ് പന്ത് എന്ന് പറയുന്നത്. പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. അതായത് പോൾ വാൾട്ടിൽ 12ാമത്തെ തവണയും ലോക റെക്കോർഡ് കുറിച്ചതാരാണ്? സ്വീഡിഷ് താരമായിട്ടുള്ള അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ആണ്. വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ കിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരമായിരുന്ന പെട്രോ കിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മർക്കേറ്റ വെൻഡോസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം. ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ ആരാണ്? മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ കൂടിയായിട്ടുള്ള മർക്കേറ്റ വെൻഡോസോവയ്ക്കാണ്. ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സ് ജേതാവായി. അതായത് ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സ് ജേതാവായതാരാണ്? ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയാണ്. ഈ സീസണിലെ 3ാം കിരീടമാണിത്. ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതെത്തി. ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായി. അതായത് ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതും ഇന്ത്യയിൽ 1ാമതും എത്തിയ ആര്? ആർ പ്രജ്ഞാനന്ദ. ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ആര്? ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഇവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് 2025 ജൂൺ 25 യാഥാർത്ഥ്യമായത്. അതായത് സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും മൂലം 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് 2025 ജൂൺ 25 യാഥാർത്ഥ്യമായത്. ഡേറ്റ് ഓർത്ത് വെക്കണം, 2025 ജൂൺ 25. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത്. ഈ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയോടൊപ്പം പെഗ്ഗി വിൽസൺ, അമേരിക്കക്കാരനായിട്ടുള്ള പെഗ്ഗി വിൽസൺ, അതായത് സ്ലോവാസ് ഉസ്നാസ്കി വിസ്തിസ്കി പോളണ്ട്, അതുപോലെ ടിംബോർ കബു ഹംഗറി എന്നിവരും ഉണ്ട്. സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേരാണ് ഗ്രേസ് എന്നാണ് സഞ്ചരിച്ച പേടകത്തിന് നൽകിയിട്ടുള്ള പേരെന്ന് പറയുന്നത്. നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെൻറ്റ്. ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് നടൻ മോഹൻലാലിനെ ആദരിച്ചത്? ശ്രീലങ്കൻ പാർലമെൻറ്റാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. ഈയിടെ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്താണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 50,000 രൂപയുടേതാണ് പുരസ്കാരം. 50,000 രൂപയുടേതാണ് പുരസ്കാരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മ ഇവിടെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 50,000 രൂപയുടേതാണ് പുരസ്കാരം. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിൻ്റെ പരീക്ഷണം വിജയം. ഏതാണ് ഡ്രോണ്? രുദ്രാസ്ത്രയാണ്. രുദ്രാസ്ത്രയുടെ പരീക്ഷണം വിജയകരമാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഡ്രോണാണ് ഇത് രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില, ഫിലിപ്പീൻസ്. അതായത് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചതാരാണ്? ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഫിലിപ്പൈൻസിലെ മനിലയിലാണ്. മനില, ഫിലിപ്പൈൻസ്. നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. എന്താണ്? നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം, അതായത് LNG വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. 1960കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ GP രവി അന്തരിച്ചു. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നടനാണ് GP രവി. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമായി മാറുന്ന ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ഗുജറാത്തിലെ കച്ചിൽ ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി. അതായത് ഗുജറാത്തിലെ കച്ചിലാണ് ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത്. ഗുജറാത്തിലെ കച്ചിൽ.
ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാകുന്നു ബ്ലെയ്സ് മെട്രവേലി. അതായത് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ, അതായത് AI6 നയിക്കുന്ന ആദ്യ വനിതയാകുന്ന ആരാണ്? ബ്ലെയ്സ് മെട്രവേലിയാണ്. ബ്ലെയ്സ് മെട്രവേലി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്ത് എത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരനാരാണ്? അശോക് എള്ളുസ്വാമിയാണ്. അശോക് എള്ളുസ്വാമി. മാലദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ് നിയമിതയായി. മാലദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതയായതാരാണ്? കത്രീന കൈഫാണ്. കത്രീന കൈഫ്. G7 ഉച്ചകോടി കാനഡയിൽ നടന്നു. G7 ഉച്ചകോടി എവിടെയാണ് നടന്നത്? കാനഡയിലാണ്. G7 അംഗങ്ങൾ ആരൊക്കെയാണ്? US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നീ 7 രാജ്യങ്ങളാണ് G7 രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ. ഓർത്ത് വെക്കുക G7 രാജ്യങ്ങൾ ഏതാണെന്ന്. പിന്നെ G7 ഉച്ചകോടി എവിടെയാണ് നടന്നത്? കാനഡയിലാണ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി D. രചന ചുമതലയേറ്റു. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി D. രചന ചുമതലയേറ്റു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്ക ഓർത്ത് വെക്കുക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. എന്താണ്? ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു. സ്റ്റാർലിങ്കിനാണ് എന്ത് അനുമതി ലഭിച്ചത്? ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിനുള്ള അനുമതി ലഭിച്ചത് ആരാണ് നൽകിയത്? കേന്ദ്ര ടെലികോം മന്ത്രാലയം. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ്. ഡിജിപിൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറാണ്. പിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറാണ്. അതിൻ്റെ കൂടെ ഒരു ഡിജിറ്റൽ കൂടി വരും. അതാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഓർത്ത് വെക്കുക. ഡിജിപിൻ എന്താണെന്ന് ചോദിക്കാം. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറാണ്. അതായത് സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജിപിൻ. കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ് സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. ഏതൊക്കെ രാജ്യങ്ങളാണ്? കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ്. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ ഈ വർഷം എത്ര കോടി കടക്കുമെന്നാണ്? 146 കോടി കടക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണം നടത്തുന്ന ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021-22 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ KG പരമേശ്വരൻ നായർക്കും ഏയാച്ചേരി രാമചന്ദ്രനും 2023 ഇത് N അശോകനും ലഭിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021-22 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ KG പരമേശ്വരൻ നായർക്കും ഏയാച്ചേരി രവീന്ദ്രനും, അതുപോലെ തന്നെ 2023 ഇത് N അശോകനും ലഭിച്ചു. അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്തു നിന്നും രാജിവെച്ചു. അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്തു നിന്നും രാജിവെച്ചു. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആകും അർണാല. എന്താണ് നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആവുന്ന ഏതാണ്? അർണാലയാണ്. അർണാല. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ൻ്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്നത്. ചോദിക്കാം, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്താണ്? ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ൻ്റെ രഹസ്യ ദൗത്യമാണ് ഇത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്നത്. പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളിക്കിൻ്റെ നോവലായ ദി വേ ഹോം എന്ന കൃതിക്ക്.
അതായത് പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളക്കിൻ്റെ ദി വേ ഹോം എന്ന നോവലിനാണ് ലഭിച്ചത്. മലയാളിയായ ലീന നായർക്ക് ബ്രിട്ടന്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം. ചില്ലറ വ്യാപാര ഉപഭോക്തൃ മേഖലകളിലെ സംഭാവനകൾക്ക് ആണ് പുരസ്കാരം. അതായത് മലയാളിയായ ലീന നായർക്കാണ് ബ്രിട്ടന്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ്? ചില്ലറ വ്യാപാര ഉപഭോക്തൃ മേഖലകളിലെ സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. അതായത് പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അടൂർ ഗോപാലകൃഷ്ണനാണ്. 1,00,000 രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1,00,000 രൂപ, ശില്പം, സാക്ഷ്യപത്രം അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ P ധർമ്മജനും, ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ രചിച്ച ശ്രീജിത്ത് മൂത്തേടത്തും അർഹരായി. എന്താണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് ആരാണ് അർഹനായത്? മലയാളത്തിൽ നിന്ന് ആരാണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം രചിച്ച അഖിൽ P ധർമ്മജനും, ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവൽ രചിച്ച ശ്രീജിത്ത് മൂത്തേടത്തുമാണ് അർഹരായത്. സംഗീത സാംസ്കാരിക സബരിയുടെ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും സംഗീത സംവിധായകൻ ജെറി അമൽ ദേവിനും ലഭിച്ചു. ആർക്കാണ്? സംഗീത സാംസ്കാരിക സബരിയുടെ പുരസ്കാരം ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും സംഗീത സംവിധായകൻ ജെറി അമൽ ദേവിനുമാണ് ലഭിച്ചത്. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് ഖന്ന ചുമതലയേറ്റു. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ആരാണ് ചുമതലയേറ്റത്? മനീഷ് ഖന്ന. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി മനീഷ് ഖന്ന. സ്ഥാപക നേതാവിൻ്റെ അതായത് മുജീബുൾ റഹ്മാൻ. ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത് ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവായ മുജീബുൾ റഹ്മാൻ്റെ ചിത്രം കറൻസിയിൽ നിന്നും നീക്കം ചെയ്തു. കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി. കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. കാവൽ ഓർത്തു വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. 2025 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. ജൂൺ 5 സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് 2026 ഒക്ടോബർ 1 മുതൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസ് തുടങ്ങാൻ പോകുന്ന ഒന്നാണ് 2026 ഒക്ടോബർ 1-നാണ്. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാന്. അതായത് UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ആർക്കാണ്? പാകിസ്ഥാനാണ്. 2025 UN സമുദ്ര ഉച്ചകോടി ഫ്രാൻസിലെ നീസിൽ നടന്നു. 2025 UN സമുദ്ര ഉച്ചകോടി എവിടെയാണ് നടന്നത്? ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫ്രാൻസിലെ നീസിലാണ് നടന്നത്. 2025 UN സമുദ്ര ഉച്ചകോടി ഫ്രാൻസിലെ നീസിൽ. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടീം സ്റ്റഡി ടൈം PSC.